ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണ ബാദുഷ എന്ന് പറഞ്ഞ ഒരു സ്വീറ്റാണ്, ദീപാവലി സ്വീറ്റ്. പിന്നെ ഒരു ഗ്ലാസ് മൈദ, ആവശ്യത്തിന് പഞ്ചസാര, ഒരു 50 ഗ്രാം ബട്ടറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുഴക്കണം. നമുക്ക് പിടിക്കട്ടെ. ഗ്യാസ് കത്തിച്ചിട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കും. കപ്പിന് 1/2 കപ്പ് വെള്ളം, 5 സ്പൂണ് പഞ്ചസാര, അതിൻ്റെ അകത്തൊരു ഏലക്ക പൊടിച്ച്, പഞ്ചസാര നല്ല ലായനി. ഇതിൻ്റെ പേര് ബാദുഷ. ഒരു പിന്നെ നമ്മൾ ദീപാവലിക്കൊക്കെ സ്വീറ്റ്സ് മേടിക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ അകത്തൊരു ബോൾ പോലത്തെ സംഭവം. പഞ്ചസാര നല്ലപോലെ ഇതാവട്ടെ. ഒരു മിനിറ്റ് നമുക്ക് ഇതിനകത്തേക്ക് പൊടിയിടാം. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ദീപാവലി സ്വീറ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അധികം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഓരോന്ന് കഴിക്കാനുള്ളതുണ്ടാവും. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചോറ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഒരു വീട്ടിൽ ഒരു ബ്യൂട്ടീഷ്യൻ്റെയാണ് കാണിച്ചത്. വീട്ടിൽ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരുങ്ങാന്നൊക്കെ എല്ലാവരും കണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും കാണണം, വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. ഈ ടൈറ്റിൽ കുഴക്കണേ, നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴക്കണം. സോഫ്റ്റായ അത്യാവശ്യം നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് എണ്ണ ഒഴിക്കാം.
ഓയിൽ ഒഴിക്കാവേ. ഓയിൽ നല്ലോണം ചൂടാവും. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കണ പോലെ നല്ലപോലെ പൊങ്ങി വരുത്. നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇത് വലുതാക്കി. വരുത്തിയിട്ട് കൈ കൊണ്ട് വെറുതെ പ്രസ് ചെയ്തത്. സാധനം നല്ലപോലെ ഉരുകിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളത് ഒരു ഗ്ലാസ് പൊടിക്കാണ്. അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവും. ഈ രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ എടുക്കാം. നമുക്കിത് എണ്ണയിടാം. തീ കുറച്ച് വെക്കണേ. ഒന്ന് നല്ലോണം എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ അങ്ങോട്ട് കുറച്ച് വെക്കണേ. ഇതിൻ്റെ പേരാണ് ബാദുഷ. പേരെനിക്കിത് അറിയില്ലായിരുന്നു. ഇതിൻ്റെ പേര് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു, പക്ഷെ ഞാനത് പിന്നെ യൂട്യൂബിലൊക്കെ എടുത്തതാ. നല്ലപോലെ പൊങ്ങും. പിന്നെ ബേക്കിംഗ് സോഡ ഇടണേണല്ലോ, അപ്പം നല്ലപോലെ പൊങ്ങും. എല്ലാവരും ട്രൈ ചെയ്യണേ. ഒരു ഗ്ലാസ് മൈദ, ഒരു 50 ഗ്രാം ബട്ടർ, ഒരു പിഞ്ച് ഉപ്പ്, അര സ്പൂണ്, ചെറിയ സ്പൂണിന് അര സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ബട്ടറും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ മൈദ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി പരുവത്തിൽ അതിൽ ഇത്തിരിയും കൂടെ സോഫ്റ്റായിട്ട് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഉരുളാക്കി അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേണ്ട, നമ്മൾ നാങ്കുമിഠായൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല, അതേ ഇതുപോലെ. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വേണം ചെയ്യാൻ. ഈ പഞ്ചാരപ്പാനിയിൽ ശരിക്കും ഇത്തിരി നാരങ്ങ നീര് ഒഴിക്കണം. എൻ്റെ അടുത്തില്ല നാരങ്ങ, അപ്പം ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. ഇതുണ്ടാക്കി കഴിയുമ്പോൾ പഞ്ചാരപ്പാവിൽ ഇടുമ്പോൾ ഇത്തിരി കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം. സാഫ്രണ
ഇപ്പം എൻ്റെ അടുത്ത് അതൊന്നുമില്ല. അപ്പം അതായത് ഞാനൊരു നല്ല പോലെ നമ്മുടെ നാങ്കി മിഠായിയൊക്കെ പൊങ്ങി വരില്ലേ, അതേപോലെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ അതുണ്ടാക്കാൻ. ഇപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ട് 3, 6, 7, 8, 13 ഉണ്ട് കേട്ടോ. 2 ഗ്ലാസ്സിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. 10, 26 ഉണ്ടാവും. നല്ല സ്മെല്ല് വരും. നമ്മൾ ബട്ടറിലല്ലേ ചെയ്തത്, അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. വീഡിയോ എല്ലാവരും കാണുക, ലൈക്കും കമൻറ്റും ഷെയറും ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ ബാദുഷ റെഡിയായി. ഇത് ഹിന്ദിക്കാരുടെ മെയിൻ സ്വീറ്റ്സാണ്. നമ്മൾ ദീപാവലി സ്വീറ്റ്സൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ ഉണ്ടാവും ഒരു ഇങ്ങനെ ബോൾ സൈസ്. ഞാനിപ്പോൾ ചെറിയ സൈസാണ് ഉണ്ടാക്കിയത്, ഒരുപാട് വലുതുണ്ടാക്കിയില്ല. എല്ലാവരും ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇത് എനിക്ക് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഒന്നും കൂടെ കളർ മാറിക്കാൻ നമുക്കിത് പഞ്ചസാര പാവിലേക്ക് ഇടാം. ഇനിയും കൂടെ ആയാൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല വലുതായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സൈസാണ് ഉണ്ടാക്കിയേക്കണം. നമുക്ക് ഇതിനുള്ളിൽ പഞ്ചസാര പാവ് ഒഴിക്കാം. ഒരെണ്ണം കഴിച്ചു നോക്കാം. ചൂടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ പൊടിച്ചിടാം. പിന്നെ എനിക്കെല്ലാം വാങ്ങിയിട്ടൊന്നുമില്ല. പഞ്ചസാര പനിയൊക്കെ അതിൽ കുടിച്ചിട്ടുണ്ട്. കുറഞ്ഞ് കഴിച്ചു. എൻ്റെ ഉള്ളിൽ നോക്കി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് കാണിക്കാണ്. സൂപ്പറാട്ടോ. എല്ലാവരും ഉണ്ടാക്കിയ പോലെ പിന്നെ പൊടി കൂടണനുസരിച്ച് ഡാൽഡയും കൂട്ടണം, പഞ്ചസാരയും കൂട്ടിയിടണം.
ഇന്നത്തെ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പം ഒരു ഗ്ലാസ് പൊടി വെച്ച് പാദൂഷ ഉണ്ടാക്കി ബട്ടർ പഞ്ചസാര പനിക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ സാധനം കേട്ടോ. പഞ്ചസാരപ്പനി അധികം വേണമെങ്കിൽ നമുക്ക് മീതെ ഗുലാബ് ജാമുൻ നിൽക്കണ പോലെ ഇരിക്കണ്ട, എൻ്റെ മുകളിൽ ഇങ്ങനെ പെരണ്ടിരുന്നാൽ മതി. നല്ല 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 കുക്കുമായിട്ടുണ്ട്. കളറുണ്ട് ഉള്ളിൽ. അപ്പം ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ലൈക്ക് കമൻറ്റ് ഷെയർ. ബായ്.